ആലപ്പുഴ പള്ളിപ്പുറത്ത് കൊല്ലും കൊലയും നടന്ന വീട്. അവിടെ എത്തിയാൽ ഇപ്പോൾ പ്രേതാലയത്തിന് സമാനമായ കാഴ്ചകളാണ്. കാട് പിടിച്ച് മൂടിയ പുരയിടം, വീട്ടിലെത്തിയാൽ ചോരപ്പാടുകൾ. കോട്ടയം ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനത്തോടെയാണ് പള്ളിപ്പുറത്തെ കൂട്ടക്കൊലപാതകങ്ങൾ പുറംലോകമറിഞ്ഞത്. ജൈനമ്മ കൊലക്കേസിൽ നിർണായകമായത് പ്രതി സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ കണ്ട രക്തക്കറയാണ്. ജൈനമ്മയെ കൊന്ന ശേഷം തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിച്ചതായി ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ, ആയിഷ എന്നിവരുടെ തിരോധാന കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊന്നതു തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ചേർത്തലയിലെ വീട്ടിൽ ജൈനമ്മയുടെ രക്തക്കറ ഉൾപ്പെടെ കണ്ടത് ശാസ്ത്രീയ റിപ്പോർട്ടാക്കി കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ആക്ട് 2010 സെക്ഷൻ 67, BNS 103(1), 238A, 309, 140(1) എന്നീ വകുപ്പുകളാണ് സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വൈകാതെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റും. നിലവിൽ സെബാസ്റ്റ്യനു വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നുണ്ടെങ്കിലും വക്കാലത്ത് ഒപ്പിട്ടിരുന്നില്ല. ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റുക. ജൈനമ്മയെ 2024 ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ സംഭവത്തിലാണ് പോലീസിൽ പരാതി ലഭിച്ചത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അടക്കം സെബാസ്റ്റ്യൻ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതാണ് കേസിൽ നിർണായകമായത്. തുടർന്ന് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ വിശദമായി നടത്തിയ പരിശോധനയിലാണ് രക്തക്കറയും ശരീരാവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്തിയത്. ചേർത്തല സ്വദേശികളായ ആയിഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെതിരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.